നമസ്കാരം. എൻ്റെ പേര് ശിശുപാലൻ. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. നിലവിൽ കാസർഗോഡ് ജില്ലയിലെ കുഞ്ചത്തൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ വൊക്കേഷണൽ ടീച്ചറായി ജോലി ചെയ്തു വരുന്നു. സംസ്ഥാന തലത്തിലെ റാങ്ക് ലിസ്റ്റിൽ ഞാൻ 2ാം റാങ്കുകാരനാണ്. 2009 വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ടായിരുന്നു എൻ്റെ സർക്കാർ സർവീസിൻ്റെ തുടക്കം. ഞാൻ ചെറിയ പ്രായത്തിൽ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. തുടർന്ന് എൻ്റെ MCA പഠനത്തിന് ശേഷം ആണ് ഞാൻ ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി സർക്കാർ സർവീസിൽ കയറുന്നത്. ഈ സർക്കാർ സർവീസിൽ കയറാൻ എനിക്ക് ഏറ്റവും പ്രചോദനം കിട്ടിയത് എൻ്റെ കൂട്ടുകാരുടെ ഒത്തൊരുമയിൽ ഞങ്ങൾ പഠിച്ച ഒരു കൂട്ടായ്മയായിരുന്നു. ഞങ്ങൾ യൂണിറ്റി എന്ന പേരിൽ 10-15ഓളം അധ്യാപകർ ഒന്നിച്ച് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുകയും ഒന്നിച്ച് പഠിക്കുകയും ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഉദുമയിലെ ഞങ്ങളുടെ കൂട്ടായ്മ ആദ്യം അത് ഒരു ട്യൂഷൻ സെൻറ്റർ, അതുപോലെ തന്നെ പാരലൽ കോളേജ് എന്നീ കൺസെപ്റ്റിലായിരുന്നു. തുടർന്ന് അങ്ങോട്ട് ഇത് PSC പഠനം എന്ന രീതിയിലേക്ക് മാറി. അതോടെ ഞങ്ങളെല്ലാം മത്സരിച്ച് പഠിക്കുവാൻ തുടങ്ങി. ഇതിലുള്ള എല്ലാ ആളുകളും VO മുതൽ ലാസ്റ്റ് ഗ്രേഡ് മുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകർ വരെ ജോലി നേടുകയുണ്ടായി. എല്ലാവർക്കും മികച്ച ഒരു ജോലി കിട്ടുന്നതിൽ നമ്മുടെ കൂട്ടായ്മയ്ക്ക് സാധിച്ചു എന്നത് ഒരു ചാരിതാർത്ഥ്യം നൽകുന്ന കാര്യമാണ്. തുടർന്ന് 2013 എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യം സിദ്ധിക്കുകയുണ്ടായി. സുരേഷ് ഗോപിയുടെ ഏഷ്യാനെറ്റിലെ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന പ്രോഗ്രാമിൽ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. ആ പ്രോഗ്രാമിൽ എനിക്ക് പ്രചോദനമാകുന്നത് ഒരു ഉത്തരം SMS അയക്കുന്നതിലൂടെയാണ്. അതിലൂടെ എനിക്ക് അതിൽ സെലക്ഷൻ കിട്ടുകയും ചെന്നൈയിൽ നടന്ന പ്രോഗ്രാമിൽ 11 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് ഒരു വലിയ തുക 6,40,000 രൂപ എനിക്ക് ലഭിക്കുകയും ചെയ്തു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ PSC പഠനം വഴി ലഭിച്ച ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. തുടർന്ന് അങ്ങോട്ട് എനിക്ക് ജോലി കിട്ടിയെങ്കിലും ഞാൻ വീണ്ടും നല്ല രീതിയിൽ പഠനം തുടരുകയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകനായി തീരാൻ വേണ്ടി ഒരുപാട് പഠിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ ഒരു ജോലിയിൽ നിൽക്കെ തന്നെ മറ്റൊരു ജോലി ലഭിക്കാൻ സാധ്യമാകുന്നത്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് നമുക്ക് ഏവർക്കും ഒരു നല്ല ജോലി സ്വായത്തമാകാമെന്ന് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. PSC പഠിക്കുവാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ഒരു രാജേഷ് മാഷാണ് പഠിക്കുന്ന രീതികളെക്കുറിച്ചൊക്കെ എനിക്ക് ആദ്യം പറഞ്ഞു തന്നത്. ഓരോ കാര്യം പഠിക്കുമ്പോഴും പഠിക്കുന്ന കാര്യങ്ങൾ ഹൃദ്യസ്ഥമാക്കി കുറച്ച് കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിക്കുക എന്നതായിരുന്നു രീതി. അങ്ങനെ പഠിച്ച കാര്യങ്ങൾ ആവർത്തി വായിച്ച് പഠിച്ചു കഴിഞ്ഞ ശേഷം മാത്രം പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നതായിരുന്നു രീതി. ആദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു. ആ മാത്സിലായിരുന്നു ഞാൻ ആദ്യം പഠിച്ചത്. തുടർന്ന് എൻ്റെ വീക്ക് സബ്ജക്റ്റ് ആയ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഹിസ്റ്ററി തുടങ്ങിയ കറണ്ട് അഫേഴ്സ് തുടങ്ങിയ ആ ഭാഗങ്ങൾ കുറേ നാളുകൾ എടുത്താണ് പഠിച്ചു തീർത്തത്. ആ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു പുസ്തകത്തിൽ ഈ കാര്യങ്ങൾ എഴുതുകയും ഓരോ ദിവസവും ഇത് ആവർത്തി വായിച്ച് മനസ്സിലുറപ്പിക്കുകയും ചെയ്തു. PSC പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പഠിച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തി വായിച്ച് അത് മനസ്സിലുറപ്പിക്കുക എന്നതാണ്. കുറച്ച് സമയം വായിച്ചാൽ പോലും അത് വളരെ കൃത്യമായി മനസ്സിൽ സൂക്ഷിക്കുന്ന രീതിയിൽ പഠിക്കേണ്ട രീതിയായിരുന്നു ഞാൻ ആവർത്തിച്ചത്. മാത്സ്, അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റി വിഷയങ്ങൾ നമുക്ക് പൂർണ്ണമായും മാർക്ക് കിട്ടുന്ന രീതിയിൽ പഠിച്ചെടുക്കാൻ സാധിച്ചതോടെ എനിക്ക് മത്സര പരീക്ഷകളിൽ മാത്സിൻ്റെ ഭാഗത്തു നിന്നും
മെൻ്റൽ എബിലിറ്റിയുടെ ഭാഗത്തു നിന്നും പൂർണ്ണമായ മാർക്ക് കിട്ടുന്നു. അത് മത്സര പരീക്ഷകളിൽ ഒരുപാട് സഹായിച്ചു. കൂടാതെ ഇംഗ്ലീഷ് വിഷയത്തിൽ മാർക്ക് കിട്ടുന്നതിൽ വളരെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്ത് ശീലിച്ചിട്ട് ആണ് എനിക്ക് ഇംഗ്ലീഷിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളും പഴയ മാഗസിൻസിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ പരിശീലിച്ച ശേഷമാണ് ഇംഗ്ലീഷിൽ ഒരു നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. പൊതുവിജ്ഞാനത്തിൻ്റെ മേഖലയിൽ നിന്ന് ഒരു വളരെ വലിയ മേഖലയായതുകൊണ്ട് തന്നെ ഓരോ ഭാഗമായി തിരിച്ച് പ്രത്യേകം പുസ്തകത്തിൽ എഴുതി സൂക്ഷിച്ച് ആ പുസ്തകത്തിൽ നിന്ന് ആവർത്തി വായിച്ചിട്ടാണ് ഈ പൊതുവിജ്ഞാന മേഖല സ്വായത്തമാക്കിയത്. അതുപോലെ തന്നെ കറൻറ്റ് അഫേഴ്സിൻ്റെ കാര്യങ്ങളാണെങ്കിൽ ദിവസേന പത്രവായനയിലൂടെയും ആഴ്ചപ്പതിപ്പുകളുടെയും ആഴ്ചയിൽ വരുന്ന മാതൃഭൂമിയുടെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളും ഈ കറൻറ്റ് അഫേഴ്സ് പഠിച്ചെടുക്കുവാൻ ഏറെ സഹായമായിട്ടുണ്ട്. ജീവിതത്തിൽ നമുക്ക് ഒരു PSC കിട്ടണമെന്ന് ആദ്യം മനസ്സിൽ ഉറപ്പിച്ചാൽ പിന്നെ നമുക്ക് വിജയം സുനിശ്ചിതമാണ്. ആദ്യം നമ്മുടെ മനസ്സിൽ തോന്നേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് PSC കിട്ടിയേ തീരൂ എന്ന ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക എന്നതാണ്. ഈ ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും പഠിച്ചെടുക്കുവാനും ഏത് PSC എക്സാമിലും ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കുവാനും മികച്ച ഒരു ജോലി നേടുവാനും നമുക്ക് സാധിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടായ്മയിൽ നിന്ന് തുടങ്ങിയ PSC പഠനം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. 2013 കോടീശ്വരൻ പ്രോഗ്രാമിൽ ഒരു മികച്ച വിജയം അല്ലെങ്കിൽ മികച്ച ഒരു തുക എനിക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത് ഈ PSC പഠനത്തിലൂടെയാണ്. ചിട്ടയായ ഈ പഠനം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിച്ചത് ഈ പഠനത്തിലൂടെയാണ്. PSC പഠനം തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം വേണ്ടത് അവരുടെ മനസ്സിൽ ഒരു തീവ്രമായ ആഗ്രഹം ഉണ്ടാവുക എന്നതാണ്. എനിക്ക് PSC കിട്ടിയേ തീരൂ, എനിക്ക് ആ ജോലി സ്വായത്തമാക്കിയേ തീരൂ എന്ന ഒരു മനസ്സിൽ ഒരു തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് PSC പഠനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. PSC പഠനത്തിൽ ഇങ്ങനെ ഒരു തീവ്രമായ ആഗ്രഹം ജനറേറ്റ് ചെയ്യാൻ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും നമുക്ക് പ്രചോദനം നൽകുക, ചിലപ്പോൾ ചില കൂട്ടായ്മകളായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിത സാഹചര്യങ്ങളും കൂട്ടായ്മയും രണ്ടും എന്നെ ഇതിൽ പ്രചോദനം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആരെ സംബന്ധിച്ചിടത്തോളം ആയാലും മനസ്സിൽ തീവ്രമായ ആഗ്രഹം ജനറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് PSC പഠനത്തിൽ കാലെടുത്ത് വയ്ക്കാൻ പറ്റുകയുള്ളൂ. പഠനം തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലാനിംഗ് ആണ്. പലതരത്തിൽ പ്ലാനിങ് ചെയ്യണം. ഒന്ന്, ഏത് എക്സാമിനെയാണോ നമ്മൾ ഫേസ് ചെയ്യുക എന്നതാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. ആ എക്സാമിൻ്റെ സിലബസും കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം ആ എക്സാമിന് പഠിക്കേണ്ട ഓരോ വിഭാഗം, ഉദാഹരണമായി പൊതുവിജ്ഞാന മേഖലയായിരിക്കും, ചിലപ്പോൾ ഗണിതശാസ്ത്രം, മെൻ്റൽ എബിലിറ്റി ഭാഗങ്ങളായിരിക്കും, ചിലപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആയിരിക്കും, ചിലപ്പോൾ മലയാളമായിരിക്കും, അങ്ങനെയുള്ള കറൻറ്റ് അഫേഴ്സ് ആയിരിക്കും. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ മുമ്പേ മനസ്സിലാക്കിയ ശേഷം ഓരോന്നിനും ഓരോ പഠിക്കുന്ന ആളുകൾക്കും ചില വിഷയങ്ങൾ ചിലപ്പോൾ അവർ അതിൽ സ്ട്രോങ് ആയിരിക്കും, ചില വിഷയങ്ങളിൽ അവർ വീക്കായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം മാത്സ് വളരെ സ്ട്രോങ് ആയിരുന്നു ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് വളരെ വീക്കായിരുന്നു, അതുപോലെ കറൻറ്റ് അഫേഴ്സ് വളരെ വീക്കായിരുന്നു, ഹിസ്റ്ററി വളരെ വീക്കായിരുന്നു. അപ്പോൾ ഓരോ വിഷയത്തിലും നമുക്ക് കൂടുതൽ അറിയുന്ന വിഷയം ആദ്യം പഠിക്കുകയും തുടർന്ന് അങ്ങോട്ട് ബാക്കിയുള്ള വിഷയങ്ങളിൽ നന്നായി പരിശ്രമിക്കുകയും കഠിനാധ്വാനം ചെയ്താൽ നമുക്ക് തീർച്ചയായും വിജയം സുനിശ്ചിതമാണ്. എവിടെയാണോ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളത് ആ വിഷയത്തിൽ സാധാരണ രീതിയിൽ പഠിക്കുകയും വീക്കായിട്ടുള്ള വിഷയങ്ങളിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളും മാഗസിൻസും എടുത്ത് വർക്കൗട്ട് ചെയ്ത് പരിശീലിച്ച ശേഷം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ ശേഷം വീണ്ടും വർക്കൗട്ട് ചെയ്ത് അതിൽ സ്ട്രോങ് ആവുകയാണ് നമ്മൾ വേണ്ടത്. ഇങ്ങനെ ഓരോ വിഷയത്തിൽ നമ്മൾ സ്ട്രോങ് ആവുക വഴി
നമുക്ക് സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ പരീക്ഷയിൽ മാർക്ക് നേടാൻ സാധിക്കുകയും ചെയ്യുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരീക്ഷാ ഹാളിലാണ്. പരീക്ഷാ ഹാളിൽ 1.25 മണിക്കൂർ കൊണ്ട് 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നത് വളരെ വിഷമം പിടിച്ച ഒരു കാര്യമായി പലപ്പോഴും പല ആളുകൾക്കും ഫീൽ ചെയ്യാറുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങൾ നമ്മൾ മുമ്പേ വർക്കൗട്ട് ചെയ്ത് ശീലിക്കുക വഴി പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒരു നിശ്ചിത സമയത്തിൽ നമ്മൾ വർക്കൗട്ട് ചെയ്ത് ശീലിക്കുക വഴി നമ്മൾക്കിത് നേടിയെടുക്കാൻ പറ്റും. എക്സാം ഹാളിൽ നമ്മൾക്ക് 100 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കഴിവ് സ്വായത്തമാക്കണമെങ്കിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മൾ ചെയ്ത് പരിശീലിക്കേണ്ടതുണ്ട്. കൂടാതെ നമ്മൾ ചെയ്യുന്ന ഓരോ ക്വസ്റ്റ്യൻസും വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ എക്സാം ഹാളിൽ ഫേസ് ചെയ്യാൻ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ PSC പരീക്ഷകളോട് അനുബന്ധിച്ച് ഒരു എക്സാമിനെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിരവധി PSC പരീക്ഷകൾ നമ്മുടെ കേരള PSC നടത്തുന്നുണ്ട്. ആ ഓരോ പരീക്ഷയിലും നമ്മൾ അറ്റൻഡ് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നതാണ് ആദ്യം നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. ഓരോ പരീക്ഷകളെയും നേരിട്ട് നമ്മൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക വഴി തൊട്ടടുത്ത എക്സാമുകളിൽ നമുക്ക് തീർച്ചയായും ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയും മുമ്പ് പറ്റിയ തെറ്റുകൾ ആവർത്തിക്കാതെ അതിൽ നമ്മൾ മെച്ചപ്പെടുകയും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുക വഴി തുടർന്ന് അങ്ങോട്ട് ഉള്ള പരീക്ഷകളിൽ പേടിയില്ലാതെ നല്ല രീതിയിൽ നല്ല മാർക്ക് നേടി ജോലി സ്വായത്തമാക്കാനും സാധിക്കുന്നു. വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല കാര്യങ്ങളും പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു കോഡ് രൂപേണ നമ്മൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നു. ഓരോ ആളുകളും ഓരോ രീതിയിലാണ് കോഡ് ഉണ്ടാക്കുക. ഉദാഹരണമായി ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ എന്ന് ചോദ്യത്തിന് രാമജപമി ഗുജത്രി എന്ന ഒരു കോഡ് പഠിച്ചാൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, മിസോറാം, ഗുജറാത്ത്, ഛത്തീസ്ഗഡ്, ത്രിപുര ഇങ്ങനെയുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും നമ്മൾ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്നു. പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുന്നത് ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്, അതിൽ നിന്ന് നമുക്ക് അത് കണ്ടെത്താൻ പറ്റും. ഇനി കൂട്ടത്തിൽ തന്ന സംസ്ഥാനങ്ങളിൽ ഏത് സംസ്ഥാനത്താണ് ഉത്തരായന രേഖ കടന്നു പോകുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് PSCയിൽ തിരിച്ചും മറിച്ചും ചോദിച്ചാൽ പോലും നമ്മൾക്ക് ആ ഒരു കോഡ് പഠിക്കുക വഴി എല്ലാ ക്വസ്റ്റ്യൻസിനും ഉത്തരം കണ്ടെത്താൻ സാധിക്കും. കൺഫ്യൂഷൻ ഇല്ലാതെ പരീക്ഷാ ഹാളിൽ കൃത്യമായി ഉത്തരം നൽകാൻ സാധിക്കുന്നു. അങ്ങനെ ഓരോ ആളുകൾക്കും അവരുടേതായ രീതിയിൽ കോഡുകൾ ഉണ്ടാക്കാവുന്നതും പഠിക്കാവുന്നതുമാണ്. ഞങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ടഫ് ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടി പല കോഡുകളും സ്വന്തമായി നിർമ്മിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോഡ് രൂപേണ പഠിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൂട്ടായ്മ, അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ, അതുപോലെ തന്നെ കമ്പൈൻ സ്റ്റഡി, ഇതൊക്കെ പരീക്ഷയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകങ്ങളാണ്. PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വലായി പഠിക്കാൻ ചിലപ്പോൾ പല ആളുകൾക്കും മടി കാണും. അതിനുള്ള ഏറ്റവും വലിയ ഉപാധി എന്ന് പറയുന്നത് 2 or 3 ആളുകൾ, ഫ്രണ്ട്സോ ആരോ ആയിക്കോട്ടെ, കൂട്ടായ്മയോടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുകയും അതുപോലെ തന്നെ കമ്പൈൻ സ്റ്റഡിയായി പഠിക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും ഉപകാരപ്പെടുക. കേട്ട കാര്യങ്ങൾ വായിച്ച കാര്യങ്ങളെക്കാളും കൂടുതൽ നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവും. തീർച്ചയായും കമ്പൈൻ സ്റ്റഡി ആവർത്തിക്കുക വഴി അല്ലെങ്കിൽ ആ വഴി ഉപയോഗിക്കുക വഴി പല ആളുകൾക്കും കൂടുതൽ കാര്യങ്ങൾ വളരെ കൃത്യമായി പഠിച്ചെടുക്കാൻ പറ്റും. മാത്രമല്ല കമ്പൈൻ സ്റ്റഡിയിൽ ഓരോ ആളുകൾക്കും ഓരോ ഏരിയ ആയിരിക്കും സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുക. ഈ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന വഴി കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും പറ്റും. PSC പരീക്ഷ നേരിടുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരു തീവ്രമായ ആഗ്രഹം ഉണ്ടാക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത് ഈ കാര്യം മനസ്സിൽ ജനറേറ്റ് ചെയ്താൽ പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ടൈം ഷെഡ്യൂൾ ചെയ്യുക. ടൈം ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത് കൃത്യമായി ഇന്ന് ഒരു ദിവസം ഇത്ര മണിക്കൂർ പഠിക്കണമെന്ന രീതിയിൽ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ പോലും കൃത്യമായി നമുക്ക് ചിലപ്പോൾ അത് ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ നമ്മൾ ഓരോ സമയം കിട്ടും തോറും നമ്മൾ PSC പഠിക്കേണ്ട
കാര്യങ്ങൾ മനസ്സിലോർക്കുകയും ആ സമയം പഠനത്തിനായിട്ട് വിനിയോഗിക്കുകയും ചെയ്താൽ നമുക്ക് ഏവർക്കും വിജയം സുനിശ്ചിതമാണ്. എല്ലാവർക്കും ഒരു നല്ല ജോലി കിട്ടട്ടെ, നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.